നമസ്കാരം പ്രശാന്ത് സർ. ഈ ഇന്നലെ ശശി തരൂർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ഭാരതത്തിന്റെ നിലപാടിനെ വിമർശിച്ച തന്റെ ആ ഒരു സമീപനം മണ്ടത്തരമായി പോയെന്ന് തരൂർ ഏറ്റു പറഞ്ഞു. എന്തായാലും കോൺഗ്രസ് ഈ ഒരു വിഷയം കേട്ട മട്ടില്ല, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ അതിലൊരു പ്രസ്താവനയ്ക്കൊന്നും തയ്യാറാകുന്നില്ല. എന്നാൽ BJP ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണും? ഇതിനകത്ത് നമ്മളീ പറയുമ്പം നമ്മളിപ്പം അദ്ദേഹം കോൺഗ്രസിനകത്ത് വന്നുപോയി. എനിക്ക് വിശ്വപൗരൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലവട്ടപ്പോഴും എനിക്ക് അതിനകത്ത് ആ ഒരു പേരിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും കോൺഗ്രസിനകത്ത് വന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് വിവരമില്ലാത്തവനായിട്ട് മാറാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര ഈ പറയുമ്പോഴും ചില കാര്യത്തിനകത്ത് അതിനകത്ത് ബോധമുള്ള ഒരു മനുഷ്യനായിട്ടും അല്ലെ ലോകവിവരമുള്ള ഒരു മനുഷ്യനായിട്ടും അദ്ദേഹത്തിന് നിൽക്കാൻ നോക്കുന്നത്. കാരണം അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്. കാരണം വലിയ വലിപ്പത്തിൽ വെളിയിൽ പോയി സംസാരിക്കുകയും ഈ പറഞ്ഞ ഐക്യരാഷ്ട്രസഭ ഒക്കെ ബന്ധപ്പെട്ട് നിന്ന് അതിനകത്ത് മത്സരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഈ വിശ്വപൗരൻ എന്നുള്ള പേര് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു മനുഷ്യന് എവിടെങ്കിലുമൊക്കെ നിന്ന് ഈ പറയുന്നത് പോലെ ഇതിനകത്ത് ഈ ജയറാം രമേശ് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ അടിമ സുരേഷ് കൊടുക്കുന്ന സുരേഷ് പറയുന്ന പോലെയൊക്കെ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പറയുന്നതിനകത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും ചർച്ചയ്ക്കകത്ത് ഇരിക്കുമ്പോൾ ആ ചർച്ചയ്ക്കകത്ത് വരുന്ന ചോദ്യത്തിന് ആൾക്കാർ കേട്ടാൽ അദ്ദേഹത്തെ പരിഹസിക്കാത്ത രീതിയിലേക്കുള്ള ഒരു വർത്തമാനമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ലോകത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇതുപോലൊരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അതുപോലെ കോടിക്കണക്കിന് രൂപ അത്രയും വാല്യുബിൾ പേഴ്സൺ ആണ്. അത് അത്രയും വലിപ്പത്തിൽ കാണുന്ന ആളാണ്. അപ്പൊ ഇന്നലെ ഡൽഹിയില് ഏതാണ്ട് ഒരു ചർച്ച നടന്നപ്പോൾ, രാജ്യാന്തര രീതിയിൽ ചർച്ച നടന്നപ്പോൾ ഇന്ത്യയെ പറ്റി ചോദിച്ചപ്പോഴും ഉക്രൈന്റെ അല്ലെങ്കിൽ റഷ്യയുടെ എല്ലാം വരുമോ ലോകത്തിലെ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്. പറഞ്ഞു ഇന്ത്യയുടെ കൂട്ടൊരു പ്രധാനമന്ത്രിയെ ലോകത്തെങ്ങും അത്തരത്തിലുള്ള നേതാവിനെ എങ്ങും കാണാൻ പറ്റത്തില്ലാണ്. രണ്ട് രാജ്യങ്ങളുടെയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ പ്രസിഡന്റുമാരോ ഒരുപോലെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു നയതന്ത്രം ഇന്ന് ലോകത്ത് നടപ്പാക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിലെ നേതാവ് മോദി മാത്രമേ ഉള്ളൂ. അതൊരു സത്യാവസ്ഥയുള്ള കാര്യമില്ല. അത് പുള്ളിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയുണ്ട്. യുക്രൈനെ റഷ്യ യുദ്ധവുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. അതിനകത്ത് ഇന്ത്യ അല്ല ഇന്ത്യയുടെ നേതാവ് അതിനകത്തുള്ള ഇടപെടിയില്ല. അല്ലെങ്കിൽ ആ യുദ്ധം ഇപ്പം വേണമെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാക്കാമെന്ന് വരെ തീരുമാനിച്ചു. രണ്ട് വെടിനിർത്തൽ അതിലേക്ക് പോകുന്നുണ്ട്. അതിനകത്ത് കൃത്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ട്രംപ് പറഞ്ഞിട്ടൊന്നും ആവണമെന്നില്ല. അതിനകത്ത് നമ്മൾ വെളിയിൽ കാണുന്നില്ലെന്നുള്ള നയതന്ത്രം ആ വിഷയത്തിനകത്ത് ട്രംപിന്റെ ഭാഗമായിട്ടൊന്ന് നിന്നു കൊടുക്കാൻ ഒരുപക്ഷെ ഇതുവരെ ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ പോലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തപ്പോ ഇപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തയ്യാറാവുന്നത് നമ്മുടെ മോദിയുടെ കൂട്ടുള്ള ഒരു ഇടനിലക്കാരൻ അതിന്റെ അകത്ത് ഉണ്ടായിട്ട് തന്നെയാണ്. അപ്പൊ ആ റഷ്യയുടെ സ്വന്തമാണ് ഇന്ത്യ, ഉക്രൈന്റെ സ്വന്തമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആണ് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നേരത്തെ ഇത് തന്നെ അദ്ദേഹം പറഞ്ഞു, അമേരിക്കയുമായിട്ടുള്ള ബന്ധം ദീർഘമാണ്, അത്തരത്തിലുള്ള ഒരു ബന്ധം ഇന്ത്യക്ക് നല്ലതാണ്. സത്യമില്ലേ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇപ്പോഴും അമേരിക്കയാണ്. നമ്മൾ എന്തോ പറഞ്ഞാലും സമ്മതിച്ചു കൊടുത്തേക്കൂ, ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമുള്ള രാജ്യം, എല്ലാ രാജ്യത്തെയും നിയന്ത്രിക്കാൻ ട്രംപ് ഇറങ്ങി എന്ന് പറയുമ്പം അല്പ അസാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും കോംപ്രമൈസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? അവരില്ലാതെ ലോകത്തിന് നിലനിൽപ്പില്ല. പല രാജ്യങ്ങളെയും ഫണ്ട് ചെയ്യുന്നവരാണ്. ഇപ്പൊ തന്നെ നമ്മുടെ എത്ര കോടി രൂപയുടെ കയറ്റി ഇറക്കും സംവിധാനം അവിടെ ഉണ്ട്. നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് അവിടെ അമേരിക്കയായിട്ടൊന്ന് പിണങ്ങിയായിട്ട് എവിടെ പോകുമെന്നറിയോ? വലിയ വലിപ്പത്തിലുണ്ട്. അപ്പൊ ഇന്ത്യക്ക് പിണങ്ങാൻ ഒക്കുവോ? അല്ലെങ്കിൽ ഇങ്ങോട്ടുണ്ടെന്ന് പറയുന്നതല്ല, അവർക്ക് വേണേ നിർത്താം. അവർക്ക് അതിനുള്ള GDP ഉണ്ട്. വ്യക്തികളുടെ GDP അതിന്റെ 15,000 16,000 ഒരു മനുഷ്യന്റെ വരുമ്പോൾ നമ്മുടെ കിടക്കുന്ന 2,000. എത്ര വലിയ 15,000 16,000 30,000 മേളിലാന്ന് പറഞ്ഞ ഒരു വ്യക്തിഗത GDP തന്നെ അമേരിക്കയിലൊക്കെ നോക്കുമ്പോൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ എത്ര എപ്പോഴും കിടക്കുന്നു? ഇപ്പൊ വന്നണൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 2,000 വരെ ആയിട്ടില്ല, 1,500. അപ്പൊ നമ്മൾ അവരുമായിട്ട് ആ രീതിയിലൊന്നും മത്സരിക്കാറായിട്ടില്ല. എന്നാലും നമ്മൾ പോവുകയാണ് അവരുടെ കൂടെ. കാരണം അവർക്ക് അഭിപ്രായം ചോദിക്കത്തക്ക രീതിയിലേക്ക് വളർന്നു വരുന്നതും അല്ലെങ്കിൽ വളരാൻ സാധിക്കുന്നതുമായിട്ടുള്ള രാജ്യമായിട്ട് അമേരിക്കയ്ക്ക് പോലും തോന്നിയെന്ന് പറഞ്ഞാൽ വെറും തോന്നലല്ല, അവർക്ക് ബോധ്യപ്പെട്ടു. അവരിതിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ബോധ്യപ്പെട്ടു പോകുന്നവര്. അപ്പൊ അതൊക്കെ ശരിയാണെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി പറയുന്നത് പറയാൻ പറ്റുമോ? എന്റെ ലക്ഷ്മി, അയാൾക്ക് വേറെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾക്കും അതുപോലെ സംസാരിക്കാൻ പറ്റുമോ? മോദി അവിടെ പോയിട്ട് മറ്റേതാ മറിച്ചതാ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി ആരുടെങ്കിലും കാശ് മേടിച്ചിട്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കാനൊക്കെ പുള്ളി വിചാരിക്കുന്നത് വലിയ കാര്യം, ഞാൻ നടത്തുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനവും BJPക്കെതിരെ മോദിക്കെതിരെ പറയാൻ അന്നേരെ വില വെച്ചില്ല. ഇന്ത്യ അടിച്ചു വിടത്തില്ല. നമ്മുടെ കാളയുടെ ഒക്കെ പുറത്ത് ഈ ചന്തേന്ന് മേടിച്ചിട്ട് ഇതിനെ വെട്ടാനുള്ളതിന്റെ പുറത്ത് ഇന്ത്യ അടിക്കും. എന്ന് വെച്ചാൽ അത് വെട്ടാനുള്ളതാണ്, മറ്റേത് വളർത്താനുള്ളതാന്നൊക്കെ ഇയാളുടെ പുറത്ത് അന്നേരം അവിടുന്ന് ഇന്ത്യ അടിച്ചാൽ വിടുന്നത്, ഇയാളത് അറിയുന്നില്ല.
കാരണം ഇയാൾ എന്തോ രാജ്യസ്നേഹിക്കുക നമ്മൾ ചോദിക്കത്തില്ല. അപ്പൊ അവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് പുള്ളി കുറെ കൈയും കെട്ടി ടീഷർട്ടും ഒക്കെ ഇട്ട് തലയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോ പുള്ളിയായിരിക്കും ജയിച്ചു എന്നാ. കാരണം ഈ പണ്ട് രാജാവിനെ കൊണ്ട് കൊണ്ട് കഴിപ്പിച്ച പോലുള്ള പാർട്ടിയാണ് ഇയാളുടെ കൂടെ നിൽക്കുന്നത്, ഈ പൊട്ടൻ രാജാവിന്റെ. അപ്പം അങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പൊ അതിനകത്തുനിന്ന് ഇനി ഇപ്പുറത്ത് പോയാൽ കൊള്ളാമെന്നുള്ള രീതി ഉണ്ട്. പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ ഒരു രീതി വെച്ചിട്ട് ഈ സംസാരിച്ചിട്ട് ഇനി വരാനാ. പക്ഷെ ബി.ജെ.പിക്ക് താല്പര്യമില്ല. ബി.ജെ.പി എന്ന് പറഞ്ഞാൽ എപ്പോഴും ബി.ജെ.പിക്ക് ഇതുപോലെ 100 എണ്ണം അതിനകത്ത് കിടക്കുമല്ലേ. ഈ നമ്മുടെ ഈ ശശി തരൂരിന്റെ കൂട്ടൊരു 100 എണ്ണം അതിനകത്ത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ 1000 എണ്ണം RSS കിടപ്പുണ്ട്. അത് അൺലിമിറ്റഡ് സാധനം. ഇവരെ ഇപ്പൊ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് ദേശീയ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്താവുന്നുള്ള അതുമില്ല. ദേശീയ ലെവലിൽ ഇദ്ദേഹത്തെ അറിയാമല്ലോ. അവിടെ ഇവിടെ ഇപ്പൊ ശശി തരൂർ രാഷ്ട്രീയത്തിനകത്ത് വന്നാൽ ഇപ്പൊ പറയുന്നത് പോലെ കേരളത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. ശശി തരൂർ കേരളത്തിൽ വന്നാൽ ബി.ജെ.പിക്ക് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ആ സീറ്റ് ഇപ്പൊ ശശി തരൂരിനെ മത്സരിപ്പിച്ച് ബി.ജെ.പിക്ക് വേണമെങ്കിൽ തിരുവനന്തപുരം എടുക്കാൻ പറ്റുമായിരിക്കും. അതിപ്പോ തിരുവനന്തപുരത്ത് ശശി തരൂർ മാറിയ ബി.ജെ.പി ജയിക്കുന്ന രീതിയിലേക്ക് കൊണ്ട്. അപ്പൊ അവരുമായി ഇതിനെപ്പറ്റി എല്ലാ കാര്യത്തെപ്പറ്റി പഠനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് രാഷ്ട്രീയമായിട്ട് ഇനി ഇതിനകത്ത് ഈ പറയുമ്പോഴും അതിനകത്തുനിന്ന് പുറത്താക്കിയാൽ പുള്ളിക്ക് ഈ ബി.ജെ.പിക്കകത്ത് വരാം. ബി.ജെ.പിക്കകത്ത് വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു വ്യക്തത. ബി.ജെ.പിയിലോട്ട് വന്ന് ചോദിച്ചാൽ ബി.ജെ.പി കയറ്റിയായിരിക്കും. ബി.ജെ.പി അങ്ങോട്ട് ചോദിച്ച് ശശി തരൂരിനെ എടുക്കുന്ന ഒരവസ്ഥ ഈ ബാക്കിയുള്ള നേതാക്കന്മാരോട്ട് അവലംബിച്ച ഒരു രീതി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം കേന്ദ്രം അതിന് തയ്യാറെടുക്കുന്നില്ല. അല്ലെങ്കിൽ കേന്ദ്രം വൃത്തിയായിട്ട് നരേന്ദ്രമോദി വിളിച്ചിട്ട് ഒരു ചർച്ച തരൂരുമായിട്ട് നടത്തിയാൽ പോരുന്ന തരൂരൊക്കെ ഉള്ളു. കാരണം തരൂരിന് അറിയാമല്ലോ ഇപ്പൊ മോദി എവിടെ നിൽക്കുന്നു, ബി.ജെ.പി എവിടെ നിൽക്കുന്നു, കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, രാഹുൽ ഗാന്ധി എവിടെ നിൽക്കുന്നു നിൽക്കുന്നു. അപ്പൊ ആ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ അറിയാം. പിന്നെ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരുപക്ഷെ ഈ അടുത്ത പ്രാവശ്യം അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ പാർലമെന്ററി രംഗത്തു നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അത് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത പ്രാവശ്യം നമ്മുടെ ആന്റണി ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോകുന്ന പോലെ അടുത്ത പ്രാവശ്യം ഇനി ഏത് ഗതിയിലാ കോൺഗ്രസ് നിൽക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. അപ്പൊ അതിനകത്ത് നിന്ന് നാറണ്ട, മാന്യമായ സമയത്ത് വിരമിക്കാം എന്നുള്ള രീതിയായിരിക്കും. ഏതായാലും ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവുന്നതിനപ്പുറം അദ്ദേഹം പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തെ അറിയാമല്ലോ ഈ റഷ്യയുടെ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കകത്ത് 3.5 മണിക്കൂർ പങ്കെടുക്കുകയും അത് ലോകം മൊത്തം ആ അഭിപ്രായത്തിൽ മോദി ഇങ്ങനെ വീണ്ടും തിളങ്ങി നിൽക്കുമ്പോൾ മോദി മോശമാണെന്ന് ഏതായാലും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിന്റെ ഇവിടെ പഞ്ചായത്ത് ജയിക്കാൻ വേണ്ടി ശശി തരൂരിന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം അത് പറഞ്ഞാൽ അദ്ദേഹം ലോകത്ത് നാണക്കേടിന്റെ അവസ്ഥയിലേക്ക് പോകും. ലോകം മൊത്തം ഈ ഒരു ഇന്റർവ്യൂടെ കഴിഞ്ഞപ്പോഴത്തേനും മോദിയെ അതിശയത്തോടു കൂടി കാണുമ്പോൾ മോദി മോശമാണെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ പഞ്ചായത്തിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ശശി തരൂർ നിൽക്കത്തില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിയുടെ പ്രശ്നമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് പറയാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രസ്താവനയും അല്ലെങ്കിൽ ചർച്ചയ്ക്കകത്ത് നടത്തേണ്ടി വന്നത്. അതിനകത്ത് ഈ അപവാദ പ്രസ്താവനയൊന്നുമില്ല. അത് വിവാദ പ്രസ്താവന ആക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് ആണ്. പിന്നെ വേറെ വലിയ കാര്യം ലക്ഷ്മി ശ്രദ്ധിക്കണം, ഇന്നലെ 2 പേരുടെ കാതടിച്ചു പോയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ. കാരണം പത്രക്കാര് ചോദിച്ചു, ഈ വി.ഡി. സതീശന്റെ അടുത്ത് ചോദിച്ചു, ഈ ശശി തരൂർ പറഞ്ഞതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ മറ്റേതിന് KPCC പ്രസിഡന്റ് അടുത്ത് സുധാകരന്റെ അടുത്ത് ചോദിച്ചു, ശശി തരൂർ പറഞ്ഞതിനെ പറ്റി എന്താണ് അഭിപ്രായം? പുള്ളിക്കും കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇല്ലേ, ഇവരുടെ KPCC ഓഫീസിന്റെ ഫ്രണ്ടിൽ ഈ കുരങ്ങന്മാര് കണ്ണ് പൊത്തി കാത് പൊത്തി വാപത്തി ഇരിക്കുന്ന ഒരു ഇത് കണ്ടിട്ടില്ല? നമ്മുടെ ഈ ചിലയിടത്തൊക്കെ വെച്ചേക്കുന്നത് ഈ കുരങ്ങിന്റെ ഞാനൊന്നും കാണുന്നില്ല, മിണ്ടുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ സിഗ്നൽ വെച്ചിട്ട് 3 കണ്ടിട്ടുണ്ടോ ലക്ഷ്മി? ഈ 3 കുരങ്ങന്മാരിങ്ങനെ ഒരു കുരങ്ങൻ ചെവി പൊത്തിയിരിക്കും, ഒരു കുരങ്ങൻ വാപത്തിയിരിക്കും, ഒരു കണ്ണ് പൊത്തിയിരിക്കും. അപ്പൊ ഈ ഒരു സാധനം അവിടെ വെക്കുന്ന നല്ലതായിരിക്കും KPCC ഓഫീസിന്റെ ഇപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ ഈ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും. ഏതായാലും ശശി തരൂരിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ നിലപാടാണ്. അത് കോൺഗ്രസിന്റെ നിലപാട് അല്ല. കോൺഗ്രസിന് അങ്ങനെ നിലപാട് എടുക്കാനൊക്കത്തില്ല. കോൺഗ്രസും ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഈ കോൺഗ്രസിനെ ഒക്കെ ജനം അംഗീകരിക്കും. അതിനകത്ത് രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കേണ്ടിടത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ സംസാരിക്കണം. എന്നാലേ അംഗീകാരം കിട്ടത്തുള്ളൂ. എന്ത് വന്നാലും അത് ശരിയല്ലെന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നതായിട്ട് വരും. മാത്രമല്ല പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. എല്ലാ രീതിയിലും ഇന്ത്യയിലെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഭിപ്രായം പറയുന്നതിനകത്ത് പോലും എത്തരത്തിൽ അതിനകത്ത് വാസ്തവമുണ്ട്, അല്ലെങ്കിൽ ആ അഭിപ്രായം എത്രത്തിൽ ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തും. അതിനനുസരിച്ച് ആൾക്കാരെയും വിലയിരുത്തി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് പറയുന്നതല്ല ഈ പറയുന്നത് തരൂർ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.